സ്നേഹമുള്ളവരെ, സ്നേഹത്തിന്റെ, സമാധാനത്തിന്റെ, സന്തോഷത്തിന്റെ ഓർമ്മകൾ ഉണർത്തുന്ന ഒരു ക്രിസ്മസ് കൂടി ആഗതമായിരിക്കുകയാണ്. മനോഹരമായി കെട്ടിയുണ്ടാക്കിയ പുൽക്കൂടും പുൽക്കൂട്ടിനുള്ളിൽ ശാന്തമായി ഉറങ്ങുന്ന ഉണ്ണിയേശുവും ഉണ്ണിയേശുവിന് കാവലിരിക്കുന്ന പരിശുദ്ധ കന്യക മറിയവും വിശുദ്ധ ജോസഫ് പിതാവും അവരോടൊപ്പം കാത്തിരിക്കുന്ന ആട്ടിടയന്മാരും അതുപോലെ തന്നെ ആടുകളും മനോഹരമായി അണിയിച്ചൊരുക്കിയ ക്രിസ്മസ് ട്രീയും കേക്കും വിഭവസമൃദ്ധമായ സദ്യയും സമ്മാനങ്ങളും കരോൾ ഗാനങ്ങളും എല്ലാം സന്തോഷവും ആനന്ദവും ഒക്കെ മനുഷ്യ മനസ്സുകളിൽ ഉണർത്താൻ പര്യാപ്തമാണ്. എന്നാൽ എന്താണ് ക്രിസ്മസ്? ദൈവപുത്രൻ മനുഷ്യനായി ഈ ഭൂമിയിൽ അവതരിച്ചതിനാണ് നാം ക്രിസ്മസായി ആഘോഷിക്കുന്നത്. അത് ശരിയുമാണ്. എന്നാൽ അതിനോട് ചേർന്ന് ഒരു ഉപചോദ്യവും ഉണ്ടാകാം. എന്തിനാണ് ദൈവപുത്രൻ മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ചത്? വാഗ്ദാന പൂർത്തീകരണത്തിനാണ്. ആദി മാതാപിതാക്കന്മാർ പാപം ചെയ്ത് പർദീസായിൽ നഷ്ടപ്പെട്ട ദൈവ മനുഷ്യ ബന്ധത്തിന് പുനഃസ്ഥാപിക്കാൻ ആണ് ദൈവപുത്രൻ ഈ ഭൂമിയിൽ ജാതനായത്. തകർന്ന ദൈവ മനുഷ്യ ബന്ധം പുനഃസ്ഥാപിക്കപ്പെടുവാനാണ്. ക്രിസ്തുമസ് എന്നത് തകർന്ന ഒരു ബന്ധത്തിന്റെ പുനഃസ്ഥാപനത്തെയാണ് ഓർമ്മപ്പെടുത്തുക. നമ്മുടെയൊക്കെ വ്യക്തി ജീവിതത്തിൽ ദൈവവുമായിട്ടുള്ള ബന്ധത്തിലും മനുഷ്യരുമായിട്ടുള്ള ബന്ധത്തിലും മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള ബന്ധത്തിലും തകർച്ചകൾ, അകൽച്ചകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ പുനഃസ്ഥാപിക്കപ്പെടുവാൻ ഈ ക്രിസ്മസ് ദിനങ്ങൾ നമ്മളോട് ആഹ്വാനപ്പെടുത്തുകയാണ്. നമ്മുടെയൊക്കെ വ്യക്തിപരമായ ജീവിതത്തിൽ എത്രയോ ബന്ധങ്ങൾ തകർന്നടിഞ്ഞിട്ടുണ്ട്, വിള്ളലുകൾ വന്നിട്ടുണ്ട്, അകൽച്ചകൾ വന്നിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് പുനഃസ്ഥാപിക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്നവരാണ് നാം എല്ലാവരും. എന്നാൽ സംഭവബഹുലമായ ഈ ജീവിതചക്രത്തിൽ ഇതൊക്കെ എങ്ങനെ പുനഃസ്ഥാപിക്കപ്പെടുവാൻ സാധിക്കും എന്നത് ഒരു വലിയ ചോദ്യചിഹ്നമാണ്. ഈ കാര്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് ഉണ്ണിയേശുവാണ്. എന്താണ് ഉണ്ണിയേശുവിന്റെ ആ ശൈലി? തകർന്ന ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിന് സംഭവമായിരുന്നിട്ടും ദൈവമായിരുന്നിട്ടും ദൈവത്തോടുള്ള സമാനതകൾ നിലനിർത്തുന്ന കാര്യമായിട്ട് പരിഗണിക്കാതെ തന്നെ ശൂന്യമാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് ഒരു കാലിത്തൊഴുത്തിൽ യേശു ജനിക്കാൻ തയ്യാറായി. തകർന്ന ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കപ്പെടുവാൻ നാം ആഗ്രഹിക്കുന്നു എങ്കിൽ നാം എല്ലാം താഴാൻ, ചെറുതാകുവാൻ ശ്രമിക്കണം, തയ്യാറാകണം. അതുമാത്രമാണ് ഇതിന് ഒരു പോംവഴി. തകർന്ന ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കപ്പെടുമ്പോൾ, ചെറുതാകാൻ തയ്യാറാകുമ്പോൾ, ഹൃദയത്തിൽ യേശു ജീവിക്കുമ്പോൾ, ദൈവകൃപയിൽ ജീവിക്കുമ്പോൾ, ദൈവമഹത്വം ഏറ്റുപറയുവാൻ തയ്യാറാകുമ്പോൾ അവിടെയൊക്കെ ഒരു യേശു കുഞ്ഞ് നമ്മുടെയൊക്കെ മനസ്സുകളിൽ ഇടം പിടിക്കുകയാണ്. അങ്ങനെ ഒരവസ്ഥയിലേക്ക് നമ്മെയൊക്കെ രൂപാന്തരപ്പെടുത്തുവാൻ ഈ ക്രിസ്മസ് ദിനങ്ങളിൽ നമ്മെ ദൈവം അനുഗ്രഹിക്കട്ടെ. സ്നേഹമുള്ളവരെ, 2024 ഈ ക്രിസ്മസ് ഒരു പുതിയ എഫക്റ്റ് നമ്മുടെ എല്ലാം മനസ്സിൽ ഉണ്ടാവട്ടെ. നമ്മളിലൂടെ എല്ലാവർക്കും സന്തോഷവും സമാധാനവും എല്ലാവരിലേക്കും എത്തപ്പെടട്ടെ. ഈ ക്രിസ്മസിന്റെ ആശംസകൾ എല്ലാവർക്കും നേരുകയാണ്. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.